ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അംഗം ഇവിടെ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ മറുപടി പറയാൻ വളരെ സന്തോഷമുണ്ട് സാർ. 9 വർഷം കൊണ്ട് 4,995 പട്ടയം കൊടുത്ത അസാമാന്യമായിട്ടുള്ള ചരിത്രത്തിന്റെ അവകാശം പേറാവുന്ന ഒരു ഗവൺമെന്റാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഗവൺമെന്റ്. അത് ഈ 4 വർഷക്കാലം കൊണ്ട് മാത്രം 2,23,945 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് നിയമപരമായി സാങ്കേതികമായി പതിവിന് വിധേയമല്ലാത്ത ഭൂമി പതിവിന് വിധേയമാക്കി പതിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെ സംബന്ധിച്ചാണ്. സാർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ ഗവൺമെന്റ് ആണ് പട്ടയം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു പട്ടയ മിഷൻ രൂപീകരിച്ചത്. സാർ, അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും MLA-മാർ അധ്യക്ഷന്മാരായിട്ടുള്ള പട്ടയ റവന്യൂ അസംബ്ലികളിൽ പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. സാർ, ഓരോ മണ്ഡലത്തിലും തഹസിൽദാരിൽ കുറയാത്ത ഒരു നോഡൽ ഓഫീസർ ഉണ്ടായി. അവിടെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെല്ലാം പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി. പട്ടയ ഡാഷ്ബോർഡ് എല്ലാ 3 മാസത്തിലും മന്ത്രിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ പങ്കെടുത്ത് അദാലത്തിന് വിധേയമാക്കി. സാർ, ഇത് മാത്രമല്ല, പട്ടയ ഡാഷ്ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമി റവന്യൂ വകുപ്പിലേക്ക് ഡിവെസ്റ്റ് ചെയ്ത് റവന്യൂ വകുപ്പ് നിയമങ്ങളെ വേഗതയിലാക്കി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും സാർ എടുത്തിട്ടുണ്ട്. സാർ, അതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി ചെയർമാനായി ഒരു അപ്പെക്സ് ബോഡി എല്ലാ വകുപ്പുകളുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടെ ചെയ്തു. സാർ, ഈ സഭയിലിരിക്കുന്ന ആളുകളുടെ ധാരാളമായിട്ട് അനുഭവമുണ്ട്. ബ്രിട്ടീഷുകാർ വിലക്കിയ മഞ്ചേരിയിലെ സത്രം ഭൂമിയിൽ 50 വർഷത്തിന് ശേഷം കരം കൊടുക്കാനും പട്ടയം കൊടുക്കാനും അവസരം കിട്ടിയത് ഈ ഘട്ടത്തിലാണ് സാർ. വടക്കാഞ്ചേരിയിലെ തെലുങ്കർ കോളനി, മലപ്പുറത്തെ കൊടക്കൽ ടൈൽ ഫാക്ടറി, കണ്ണൂരിലെ പട്ടയം, ഒളകര വനഭൂമി, ഇങ്ങനെ തുടങ്ങി ധാരാളമായ ഭൂമികളിൽ പട്ടയം കൊടുക്കാൻ കഴിഞ്ഞത് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. സാർ, പാറ പുറമ്പോക്ക് 64 ചട്ടത്തിലെ 11(2)(8) പ്രകാരം പതിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് രേഖപ്പെടുത്തിയ ഭൂമിയാണ് സാർ. പക്ഷേ ഈ പട്ടയ മിഷനോട് ക്രമീകരണം ഉണ്ടാക്കി. പാറ പുറമ്പോക്കുണ്ടെങ്കിലും അത് പാറ അളന്നു മാറ്റി ബാക്കി ഭാഗം സർക്കാർ തരിശാക്കി മാറ്റി അത് പതിച്ചു കൊടുക്കാം എന്ന നിലപാടെടുക്കുകയും അങ്ങനെ പതിച്ചു കൊടുക്കുകയും ചെയ്ത ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ കേരളത്തിലുണ്ടായി സാർ. കൊല്ലത്ത് നവകേരള സദസ്സിന്റെ ഭാഗമായി ഞാനും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും ചേർന്ന് നിൽക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ഒരു സംഘം ആളുകൾ കടൽ പുറമ്പോക്കിന്റെ പേരിൽ അവർക്ക് പട്ടയം കിട്ടുന്നില്ല എന്ന പ്രശ്നം വന്നത്. ഞങ്ങൾ അപ്പോൾ തന്നെ ജില്ലാ കളക്ടറെയും തഹസിൽദാരെയും ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു. അവിടെ കഡസ്ട്രൽ സർവേക്ക് വിധേയമാക്കി. സാർ, തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലുമായി ആ തീരുമാനമെടുത്തതിന്റെ പേരിൽ 1750 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കടൽ പുറമ്പോക്കിൽ നിന്ന് മാറി ഇപ്പോൾ ഭൂമിയുടെ അവകാശികളായി മാറിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് സാർ. ഈ സംവിധാനം തൃശൂർ ഉൾപ്പെടെ കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ കഡസ്ട്രൽ സർവേക്ക് വേണ്ടിയുള്ള അനുവാദം കൊടുക്കുകയാണ് സാർ. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ മേച്ചിൽപ്പുറം, വണ്ടിത്താവളങ്ങൾ, ശ്മശാനങ്ങൾ തുടങ്ങിയ ഭൂമി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട്. പഞ്ചായത്തി രാജ് ആക്ടിന്റെ സെക്ഷൻ 279 പ്രകാരം മുനിസിപ്പൽ പഞ്ചായത്ത് അതിർത്തികൾക്ക് വെസ്റ്റ് ചെയ്യപ്പെട്ട ഭൂമിയാണ് നേരത്തെ പറഞ്ഞ മേച്ചിൽപ്പുറങ്ങൾ, വണ്ടിത്താവളങ്ങൾ, ശ്മശാനങ്ങൾ തുടങ്ങിയ ഭൂമി. സാർ, 16/10/2024 ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് 54/2024 എന്ന LSTD ഉത്തരവോടുകൂടി ഇതിന് ഇനി സർക്കാരിൽ വരേണ്ടതില്ലെന്നും മേച്ചിൽപ്പുറങ്ങളും വണ്ടിത്താവളങ്ങളും ശ്മശാനങ്ങളും ബേസിക്കായി BTRൽ രേഖപ്പെടുത്തിയ ഭൂമി പഞ്ചായത്തിന്റെ NOCയോടെ JDയും കളക്ടറും ചേർന്ന് അവിടെ തീരുമാനമെടുക്കാമെന്നും പ്രഖ്യാപിച്ചു. സാർ, ആദ്യം അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നടപ്പിലാക്കിയത് നമ്മുടെ ജില്ലയായിട്ടുള്ള തൃശ്ശൂരിലെ അവണൂരിലാണ് എന്ന കാര്യം കൂടി ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. ആ ഭൂമികളെല്ലാം ഇപ്പോൾ വിതരണം ചെയ്യാൻ പറ്റും സാർ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഞാനും കൂടി നടത്തിയ ഒരു യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പഞ്ചായത്തുകൾ വില കൊടുത്ത് മേടിച്ച ഭൂമി ഉണ്ടാകും. തനത് ഭൂമി എന്നാണ് അതിന്റെ പേര്. പക്ഷെ അന്നത് ആളുകളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകില്ല സാർ. ആ നിയമപ്രകാരം സർക്കാരിന്റെ അനുവാദത്തോടെ ആർക്കും റെലിംഗ്വിഷ് ചെയ്യാം, പക്ഷെ റവന്യൂ വകുപ്പിന് റെലിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. ആ പ്രശ്നം മാറ്റി നമ്മളിപ്പോ പുതിയ ഉത്തരവിറക്കി തനത് ഭൂമി ജില്ലാതലത്തിൽ സർക്കാരിലേക്ക് വരാതെ ജില്ലാതലത്തിൽ തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നതോടെ 19,852 കുടുംബങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരം നമുക്ക് പട്ടയം കൊടുക്കാൻ പറ്റും എന്ന കാര്യവും പ്രത്യേകമായി ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം KIP ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് സാർ. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും ഞാനും ധനകാര്യ വകുപ്പ് മന്ത്രിയും ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും പുനലൂർ MLAയും ചേർന്ന് ഞങ്ങൾ 5 പേരും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടത്തി സാർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കനാലിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ഭൂമിയിൽ കനാല് കഴിച്ച് ആവശ്യമായ സ്ഥലം
സ്ഥിരമായി താമസിക്കുന്ന അർഹരാണെങ്കിൽ അവർക്ക് കൊടുക്കാം എന്ന നിലപാടിലേക്ക് ജലമന്ത്രിയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും വന്നു സാർ. അതിന്റെ ഭാഗമായി 4 ജില്ലകളെ ബാധിക്കുന്ന പ്രശ്നത്തിന്റെ നോഡൽ ഓഫീസറായി കൊല്ലത്തെ കളക്ടറെ തീരുമാനിച്ചു. അവിടെ അളവെടുപ്പ് കഴിഞ്ഞു. ആ നടപടികളുമായി നാം വേഗത്തിൽ പോകുകയാണ് സാർ. ഇങ്ങനെ മറ്റു വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമി ആ വകുപ്പുകളുടെ അനുവാദമില്ലാതെ ഡീവെസ്റ്റ് ചെയ്ത് ലഭിക്കാതെ റവന്യൂ വകുപ്പിന് കൊടുക്കാനാകില്ല എന്ന പ്രശ്നമുള്ളപ്പോഴും ജലവിഭവ വകുപ്പുമായും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായും ജലസേചന വകുപ്പുമായും ഇലക്ട്രിസിറ്റി വകുപ്പുമായും പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായും PWD വകുപ്പുമായും എല്ലാം ലൈസൺ നടത്തി റവന്യൂ വകുപ്പിലേക്ക് ആ വകുപ്പുകളുടെ അടിസ്ഥാന രേഖയിലുള്ള ഭൂമി ഡീവെസ്റ്റ് ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട അർഹരായ ആളുകൾക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടികൾ അതിവേഗം ചെയ്തു വരികയാണ്. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ഉദ്ദേശശുദ്ധിയെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ആ വിധത്തിൽ പാറ പുറമ്പോക്കുൾപ്പെടെ ഇപ്പോ നമുക്കറിയാം കടകംപള്ളിയുടെ മണ്ഡലത്തിൽ ദീർഘമായൊരു കാലത്തിന് ശേഷമാണ് കാട് തരിശ് എന്ന് രേഖപ്പെടുത്തിയ ഭൂമി പതിച്ചു കൊടുത്ത് ഇനം മാറ്റി പതിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്കറിയാം നേരത്തെ തോടെന്നോ കുളമെന്നോ ഒക്കെ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഇപ്പൊ തോടുണ്ടാകില്ല, കുളമുണ്ടാകില്ല. അതവിടെ പരിശോധിച്ച് അതിന്റെ യാഥാർത്ഥ്യം ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന ഗവൺമെന്റിന് ഇനം മാറ്റം നൽകിയാൽ ഇനം മാറ്റി ബന്ധപ്പെട്ടവർക്ക് പതിച്ചു കൊടുക്കാനുള്ള നടപടി ഉൾപ്പെടെ നടത്തി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അഭിമാനിക്കാൻ പറ്റുന്നത് പോലെ പട്ടയ ഡാഷ്ബോർഡിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നിയമങ്ങളും ചട്ടങ്ങളും അക്കാര്യത്തിൽ ലഘൂകരിക്കുന്നുണ്ട്. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം. ചട്ടങ്ങളും നിയമങ്ങളും കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ മനുഷ്യനിർമ്മിതമായ ചട്ടങ്ങളും നിയമങ്ങളും എങ്ങനെയാണ് അർഹനായ ഒരു സാധാരണക്കാരനെ സഹായിക്കാൻ ഉപകരിക്കാൻ കഴിയുക ആ വിധത്തിൽ ഉപയോഗിക്കലാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഒരു സാധാരണക്കാരനായ അർഹനായ മനുഷ്യന് വേണ്ടി അവന് ഭൂമി പതിച്ചു കൊടുക്കാൻ വേണ്ടി നിഹിതമായിട്ടുള്ള ഏതെങ്കിലും ചട്ടത്തിലും നിയമത്തിലും കാതലായ മാറ്റം വരുത്തേണ്ടി വന്നാൽ ആ മാറ്റം വരുത്താൻ ഒരു മടിയും കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാകില്ല. അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് സാർ ഇപ്പോൾ അവതരിപ്പിച്ച ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതി എന്നുകൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുക.